ഹായ് ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ലൈറ്റ് പോകുന്നതിന് മുമ്പ് പെട്ടെന്നൊരു കുട്ടി വ്ളോഗൊന്നുമല്ല കേട്ടോ, ചെറിയൊരു വീഡിയോ. ഞാൻ കരുതിയൊരു സീരീസ് ആയിട്ട്, എന്തോ പറയുക, സീരീസ് പോലെ അത് തന്നെ, ഒരു 2-3 വീഡിയോസ് കൂടി ഒരു പ്ലേലിസ്റ്റ്, ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള പ്ലേലിസ്റ്റ് ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ താമസിക്കുന്നില്ല. വെൽക്കം ടു ഇറ്റ്സ് മീ അജു. ഇന്നിവിടെ വീട്ടിൽ ആരുമില്ല കേട്ടോ, അതുകൊണ്ടാണ് ഈ ഒരു കുട്ടി വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. വേറെ ഒന്നുമല്ല, വൈ ഐ ചൂസ് അയർലാൻഡ് ഓവർ കാനഡ, UK ആൻഡ് ജർമ്മനി. ഇത് തന്നെയാണ് എൻ്റെ ഉദ്ദേശം. ഫസ്റ്റ് തിങ്, ഞാൻ ആദ്യം വിചാരിച്ചത് കാനഡയ്ക്ക് പോകാമെന്നായിരുന്നു. പിന്നെ അവിടുത്തെ വെതർ, ആ ഒരു സിറ്റുവേഷൻ ഇമാജിൻ ചെയ്ത് അയ്യോ വേണ്ട, അങ്ങോട്ടേക്ക് ഞാൻ പോകുന്നില്ല എന്ന് ഞാൻ തീരുമാനിക്കുകയായിരുന്നു. എനിക്ക് അക്സെപ്റ്റൻസ് ലെറ്റർ വരെ കിട്ടിയതാണ്. അതിൻ്റെ പേപ്പർ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന അന്നാണ് ഞാൻ വിളിച്ച ഏജൻസിനോട് പറഞ്ഞത് എനിക്ക് താല്പര്യമില്ല, ഞാനിതുമായിട്ട് മൂവ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം. അതിനുശേഷം ഞാൻ കരുതി UK ടോപ്പ് യൂണിവേഴ്സിറ്റീസൊക്കെ അല്ലേ ഉള്ളത്, ഏതെങ്കിലും ടോപ്പ് യൂണിവേഴ്സിറ്റി പോയി പഠിക്കാം. പക്ഷേ ഞാനത് ആലോചിക്കുന്ന സമയത്തെ നമ്മുടെ നാട്ടിലുള്ള സകല ആൾക്കാർ UK പോയി ആ 2 ഇയർ PhD കിട്ടുന്ന ആ ഒരു സമയം. അപ്പോഴത്തേക്കും അയ്യോ ഇനിയിപ്പോൾ UK എങ്ങനെയാണ് പോവുക, ഇത്ര ആൾക്കാർ പോവുമല്ലേ, നമുക്ക് ജോലി കിട്ടിയില്ലെങ്കിലോ, അങ്ങനെ കുറേ കൺഫ്യൂഷൻസ് ആയി. അങ്ങനെ ഞാൻ നേരെ എൻ്റെ ജോലിയായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ഡാരൻ, നമ്മുടെ മുന്നത്തെ വ്ളോഗിൽ വന്ന് ഡാരനെ സർപ്രൈസ് ചെയ്യാൻ ഞാൻ പോയത്. അപ്പോൾ ഡാരൻ വഴിയാണ് ഞാൻ അറിഞ്ഞത് അയർലൻഡ് ഇസ് ഫാർ ബെറ്റർ ദാൻ കാനഡ ഓർ UK എന്ന്. കാരണം ഏകദേശം UK പോലെ തന്നെയാണ്, 2 വർഷം നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റും മാസ്റ്റേഴ്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും. ബാച്ചിലേഴ്സ് ആണെങ്കിൽ 1 ഇയറേ പറ്റത്തുള്ളൂ. അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല, അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ 2 വർഷത്തിൽ നമുക്ക് ജോലി കണ്ടുപിടിക്കാം. പിന്നെ ഈ 2 വർഷത്തിന് എപ്പോഴെങ്കിലും നമുക്ക് ജോലി കിട്ടി, നമുക്ക് സ്പോൺസർഷിപ്പ് കിട്ടുവാണെങ്കിൽ ഇൻ 2 ഇയേഴ്സ് നമുക്ക് സ്റ്റാമ്പ് 4 കിട്ടും. സ്റ്റാമ്പ് 4 ഇസ് ഈക്വൽ ടു PR. അപ്പോൾ 2 ഇയേഴ്സിൽ ജോലി കിട്ടി 2 ഇയേഴ്സിൽ PR കിട്ടുന്ന വേറൊരു കൺട്രി ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. കാനഡയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ബട്ട് സ്റ്റിൽ വേറൊരു യൂറോപ്യൻ കൺട്രി ഇല്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പം ഞാൻ കരുതി എന്തുകൊണ്ട് അയർലാൻഡ് ചൂസ് ചെയ്തുകൂടാ. അങ്ങനെയാണ് ഫസ്റ്റ് തോട്ട് വന്നത്. അങ്ങനെ ഡാരും പറഞ്ഞ അതേ ഏജൻസി ത്രൂ ആണ് ഞാനും ഇങ്ങോട്ടേക്ക് വന്നത്. പിന്നെ ബിഹൈൻഡ് ദി സീൻസ് ഈ ഒറ്റ കാരണം മാത്രം പോരല്ലോ, എനിക്ക് വെതർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. എനിക്ക് ഭയങ്കര തുമ്മലും ചീറ്റിലും ഒക്കെ ഉള്ള ഒരാളാണ്. പെട്ടെന്ന് തന്നെ എന്താ പറയുക, ഭയങ്കരമായിട്ട് ഇപ്പം ചെറിയൊരു മൂടി ക്ലൈമറ്റ് ആയി തുടങ്ങി ഇവിടെ. അപ്പോൾ എനിക്ക് ചെറിയൊരു തൊണ്ടവേദന ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഇതെനിക്ക് എന്താ പറയുക, സഹിക്കാൻ പറ്റുന്നതാണ്. ബട്ട് ഞാനിപ്പോൾ കാനഡയൊക്കെ ആയിരുന്നു പോയിരുന്നെങ്കിൽ അവിടുത്തെ എക്സ്ട്രീം ആയിട്ടുള്ള ക്ലൈമറ്റ് എനിക്കൊട്ടും ചിലപ്പോൾ സഹിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. ഭയങ്കര വലിയ പ്രശ്നങ്ങളിലോട്ടേക്ക് പോകും എന്നുള്ളത് ഞാൻ തന്നെ റിയലൈസ് ചെയ്തതാണ്. അപ്പോൾ അവിടെ ഒരു റെഡ് മാർക്ക് വീണായിരുന്നു, ഇവിടെ ചെക്കും. ആൻഡ് എന്താ പറയുക, ഇവിടെ ആൾക്കാർ പറഞ്ഞതാണ് കേട്ടോ നേരത്തെ. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ പറയുന്നില്ല, ഇത് വലിയൊരു ജോബ് മാർക്കറ്റ് ഉള്ള ഒരു സ്ഥലമാണ് അയർലാൻഡ് എന്നുള്ളത്. ആയിരുന്നു, പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഐ ഡോണ്ട് നോ. നമ്മളൊക്കെ ജോബ് ഹണ്ടിങ് ഫേസിലാണ് ഇപ്പോൾ ഉള്ളത്. ആൻഡ് ഇതൊക്കെ കാരണമാണ് ഞാൻ അയർലാൻഡ് ചൂസ് ചെയ്തത്. സോ വൈ അയർലാൻഡ് എന്ന് ഞാൻ എന്തുകൊണ്ട് അയർലാൻഡ് ചൂസ് ചെയ്തു, വൈ, ആ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ എല്ലാവരിലും എത്തിക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു. ബിക്കോസ് എൻ്റെ കുറച്ച് ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ എൻ്റെ അടുത്ത് ഇതിനെപ്പറ്റിയുള്ള കുറച്ച് കൺഫ്യൂഷൻസും ഡൗട്ട്സും ഒക്കെ ചോദിച്ചിരുന്നു. പിന്നെ ഞാൻ ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി. അത് വേറൊന്നുമല്ല, ജർമ്മനിയുടെ പേര് കൂടി ഞാൻ മുമ്പിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജർമ്മനി എന്തുകൊണ്ട് ഞാൻ ഉപേക്ഷിച്ചു എന്നുള്ളത്, എനിക്ക് അക്സെപ്റ്റൻസ് ലെറ്റർ കിട്ടിയതാണ്, അതും പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. ബട്ട് സ്റ്റിൽ ഞാനത് വേണ്ടെന്ന് വെച്ചു. ഞാനിവിടെ അക്സെപ്റ്റ് ചെയ്തായിരുന്നു അയർലാൻഡിൽ. അല്ലെങ്കിലും ഞാൻ കൂടുതൽ ചിന്തിച്ച് കഴിഞ്ഞ്, ഞാൻ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്ന ആളാണ്. ഞാൻ കുറേ ഓവർ തിങ്ക് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഞാനത് വേണ്ടെന്ന് വെച്ചത്. കാരണം വേറൊന്നുമല്ല, ജർമ്മനി പോയാൽ നമുക്ക് ഇംഗ്ലീഷ് കൊണ്ട് ജീവിക്കാൻ പറ്റില്ല. എങ്ങനെ പോയാലും എന്തെങ്കിലും ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വേണ്ടാന്നൊക്കെ പറഞ്ഞാലും എപ്പോഴെങ്കിലും നമ്മൾ ജർമ്മൻ പഠിക്കണം, അതിൻ്റെ ഭാഗമായി മാറണം. ആ ഒരു സൊസൈറ്റിയുടെ ഭാഗമായിട്ട് മാറിയില്ലെങ്കിൽ ഒരു കാര്യവും ഇല്ല. അത് മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ അത് വേണ്ടെന്ന് വെച്ചത്. കാരണം നമ്മൾ ഒരു പുതിയ കൺട്രിയിൽ പോകുമ്പോഴത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ലൈക്ക് പാർട്ട് ടൈം ചെയ്യണം, പഠിക്കണം, അസൈൻമെൻറ്റ്സ് ചെയ്യണം, നമ്മളുടേതായിട്ടുള്ള എല്ലാം, ലോണ്ട്രി, കുക്കിംഗ്, ക്ലീനിങ്, ഇതൊക്കെ ചെയ്യണം. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് സമയം കണ്ടെത്തി ലാംഗ്വേജും കൂടി പഠിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമായിട്ടുള്ള കാര്യമല്ല. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ മദർ ടങ്ക് മലയാളമാണ്, എന്നിട്ട് പോലും നമ്മൾ ചെറുതിലേ തൊട്ട് ഇംഗ്ലീഷ് പഠിച്ചിട്ട് ഇപ്പോഴും എങ്ങും എത്തിയിട്ടില്ല. ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നു. മീൻസ് നമുക്കൊരിക്കലും ഒരു നേറ്റീവ് സ്പീക്കറിനെ പോലെ
പോലെ സ്പീക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ലെവലിലോട്ടേക്ക് എത്തുന്ന ആൾക്കാരുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ എല്ലാവർക്കും എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ആ കൂട്ടത്തിലാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ ഇനി വേറൊരു ലാംഗ്വേജും കൂടി ABCD, അതായത് തറ പറ പന എഴുതി പഠിച്ച് അങ്ങ് എത്താനായിട്ട് ലൈക്ക് പറ്റുന്നവരുണ്ട്. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ ഈ കുറേ കഷ്ടപ്പാടുകളും കൂടി ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ അത് വേണ്ടെന്ന് വെച്ചത്. അപ്പോൾ അതും കൂടി ഞാൻ പറയുകയാണ്. അയർലൻഡ് ആണെങ്കിൽ ദ ബെറ്റർ തിങ് ഈസ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയാണ്. സോ ഇംഗ്ലീഷ് മതി, ഐറിഷ് വേണ്ട. ഐറിഷ് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്, പക്ഷേ അത് വളരെ കുറവാണ്. ഇവിടെ ഇംഗ്ലീഷ് എന്താ പറയുക, നമ്മൾ ഈ മെയിൻ ലാംഗ്വേജ് എന്ന് പറയത്തില്ലേ, ഇംഗ്ലീഷാണ് ഇവിടെ മെയിൻ. അപ്പോൾ ഇംഗ്ലീഷ് മതി, ആൻഡ് നമുക്കൊരു യൂറോപ്യൻ ലൈഫ് സ്റ്റൈലും കിട്ടും. സോ ഇതൊക്കെ കൊണ്ടാണ് ഞാൻ അയർലൻഡ് ചൂസ് ചെയ്തത്. വേറൊരു റീസൺ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ ആൾക്കാർ അധികം എത്തിപ്പെട്ടിട്ടില്ല എന്നുള്ളതും കൂടി ഉണ്ടായിരുന്നു. അതൊന്നും ഇനി പറയാനില്ല, എല്ലാവരും എല്ലായിടത്തും എത്തിപ്പെടുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ദ പോപ്പുലേഷൻ ഇവിടെ കുറവാണ്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ പുറകെ വരുന്ന വീഡിയോസിൽ കാണാം. അപ്പം ഞാൻ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ ഞാൻ ഇപ്പം പറഞ്ഞതിലൊന്നും മിസ് ചെയ്തിട്ടില്ല, മിസ് ചെയ്യാനുള്ളതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ആൻഡ് ഇത് കാണുമ്പോൾ എന്തെങ്കിലും കൺഫ്യൂഷൻസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുകയോ എനിക്ക് ടെക്സ്റ്റ് ചെയ്യുകയോ ചെയ്യുക. അത് ഞാൻ നെക്സ്റ്റ് വീഡിയോസിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാം. ആൻഡ് ഇതിനെ തുടർന്നുള്ള കുട്ടി കുട്ടി വീഡിയോസ് ഉടനെ ലൈക്ക് ഓരോ വീക്കിലും ഞാൻ ഇടാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ. ഇച്ചിരി ലൈറ്റ് കൂടുതലാണ് കേട്ടോ. വേറെ ലൈറ്റ് ഇല്ല, അതുകൊണ്ടാണ് ഞാനിപ്പോൾ അങ്ങ് തറയിലിരിക്കുക. പിന്നെ ചില കാര്യങ്ങൾ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു കേട്ടോ. അതെൻ്റെ എന്താ പറയുക, ആസ് എ ബിഗിനർ എൻ്റെ മിസ്റ്റേക്കാണ്, ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു. നിങ്ങൾ കൂടി അത് അക്സെപ്റ്റ് ചെയ്യണം. ഓക്കെ.